ഡ്രൈവിംഗ് പഠിക്കണ്ടേ? എന്നാ വാ. ഇപ്പൊ എന്ത് പറയുന്നു? പഠിക്കാമോ? പഠിക്കാം. പിടി. ലെഫ്റ്റോടി. പുതിയ ശിഷ്യൻ എങ്ങനെയുണ്ട്? കാർ ഓടിക്കാനൊക്കെ പഠിച്ചോ? ഞാൻ ഉദ്ദേശിച്ചാലും കൂടുതൽ വേഗം പഠിച്ചു. ഓ, അപ്പൊ ഒരാൾ പിടിക്കനാണല്ലേ. വിനയൻ, നീ ഒരു വിഡ്ഢിയാകരുത്. ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞ ജോലിയല്ല ഞാൻ ചെയ്തത്. കൂട്ടത്തിൽ അവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതോട് പറയൂ. അതിന്റെ ഫലം എന്താണെന്ന് നിനക്കറിയാമോ? നാളെ അവൾ നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും. നിനക്ക് ഇതിന്റെ ജോലി നഷ്ടപ്പെടും. ജോലി മുമ്പ് പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. എസ്റ്റേറ്റിൽ സൂപ്പറുണ്ടാക്കാം, കമ്പനിയിൽ ഷെയർ തരാം, അതുപോലെ എന്തെല്ലാം. എന്നിട്ടിപ്പോ എനിക്കൊരു ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടല്ലേ? വീരയൻ, ഞാനൊന്നും മറന്നിട്ടില്ല. എന്നാൽ ജോലി തീരുന്നതിന് മുമ്പ് കൂലി ചോദിക്കരുത്. ആ ശാന്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് തീർക്കാനുള്ള കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ജയന്തിയാണ് എല്ലാം തെറ്റിച്ചത്. അവരുടെ പ്ലാനുകൾ എന്താണെന്ന് ആർക്കറിയാം? അത് ശ്രദ്ധിക്കാൻ നീ എവിടെ വേണം. ഇല്ലെങ്കിൽ നാം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. വീരയ്യന് മനസ്സിലായോ? എന്തായാലും നീ ആ ജോലി നഷ്ടപ്പെടുത്തരുത്. പൊയ്ക്കോളൂ. ഹലോ, മലയാളത്തിൽ സംസാരിക്കണോ? എന്തോ രാജഗോപാൽ സാറാണോ? സാറേ, ഞാൻ ആരും അറിയാതെ എന്തോ ഇവിടെ എസ്റ്റേറ്റ് പോയിരിക്കോ? തിരിച്ചു പോകുമ്പോ നീ ഓടിച്ചാ മതിയെന്ന് ജയന്തിയമ്മ പറഞ്ഞു. അപ്പോ ഇനി മുതൽ രാവണ്യാണ് ഇവിടുത്തെ ഡ്രൈവർ അല്ലേ? എന്താ വീരേന് ഇഷ്ടപ്പെട്ടില്ലേ? ജയന്തിയമ്മേ, ഒരിക്കൽ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ കറ കഴുകിക്കളഞ്ഞ കൈയാണ്. ഓർമ്മയുണ്ടല്ലോ? വീരയൻ, ആ എന്നെ നിങ്ങൾക്കിപ്പോ വേണ്ട അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കൂ. എന്തിന്? പ്രവൃത്തി ഞാൻ കണ്ടല്ലോ. എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന നിങ്ങളുടെ വാക്ക് ഇനി എനിക്ക് കേൾക്കണ്ട. പകരം രാജഗോപാലന്റെ വാക്കുകൾ കേൾക്കും അല്ലേ? എങ്കിൽ അങ്ങോട്ട് ചെന്ന് ചോദിക്കൂ. വീരയ്യനെ ഡ്രൈവർ ജോലിയിൽ നിന്ന് മാറ്റി എസ്റ്റേറ്റിൽ ജോലി തരുന്ന കാര്യത്തിൽ ആരാ തടസ്സം നിന്നതെന്ന്? രാമുണ്ണിയെ ഡ്രൈവറായി നിയമിച്ചത് വീരയ്യനെ പിരിച്ചുവിടാനല്ല, ഈ വീട്ടിലെ മുഴുവൻ ചുമതല ഏൽപ്പിക്കാനാണ്. എന്താ വീരയ്യൻ ഇവിടെ ഉണ്ടാവില്ലേ?
ഇനി അത് ചേട്ടൻ വെച്ചോളൂ. നീ എന്നോട് കൽപ്പിക്കുന്നു. വല്ലതും പറ്റിയോ? ഇല്ല. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ അവനെ കൊല്ലും. പക്ഷെ അതിനുള്ള ആരോഗ്യം ദൈവം തന്നില്ലല്ലോ. മോളെ, മരിച്ചുപോയ അമ്മയെ വിളിക്കുന്ന നീ ജീവിച്ചിരിക്കുന്ന ഈ അമ്മയെ കാണുന്നില്ലേ? നിങ്ങൾ എന്റെ അമ്മയല്ല. ശാന്തി, യു ആർ എ ബിറ്റ്. എന്റെ അച്ഛനെ മയക്കെടുത്ത് നീ എന്താണ് അവിടെ നോക്കി നിൽക്കുന്നത്? എന്തിനാ കുട്ടി എങ്ങനെ അടിക്കുന്നത്? എന്നോടൊന്നും ചോദിക്കരുത്. നിനക്കറിയാമോ, ആ കുട്ടിയെ ചുമലേറ്റ് നടന്നവനാണ് ഞാൻ. ശാന്തി മോൾക്ക് എന്റെ ജീവനായി. ഇന്ന് എന്റെ മോള് എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല രാമുണ്ണി. അറിഞ്ഞു. ഞാൻ എന്നും ഓർക്കും. വയ്യ മോളെ, വയ്യ, തീരെ വയ്യ മോളെ. അച്ഛൻ ഇപ്പൊ വരും. വേലപ്പിന് ഒരുപാട് ദൂരം. എനിക്ക് ആനപ്പുറത്തിരിക്കുന്ന വേലപ്പിന് ആനയാകും. ഞാനിപ്പോ എന്തായി? ആനയായി, കരടിയായി, പൂലിയായി, ഒട്ടകായി. അച്ഛാ, ഞാൻ പറഞ്ഞിട്ട് ഈ വേലപ്പിന് അനുസരിക്കുന്നില്ല. എടാ, എന്റെ മോള് പറഞ്ഞിട്ട് നീ അനുസരിക്കില്ലേ? ഞാൻ മോള് പറഞ്ഞ എല്ലാം അനുസരിച്ച്. ആനയെ ആനയെ കാണാൻ മോക്കച്ഛൻ ജീവനുള്ള ആനയെ കാണിച്ചു. വേഗം ഒരുങ്ങി. എങ്ങോട്ടാ? നമുക്കിത് നായാട്ടം പോവാം. വേഗം പുറപ്പെടും. എന്താണ് നോക്കി നിൽക്കുന്നത്? പുറപ്പെടേ. ഞാൻ അവിടെ എത്തിക്കോളാം. നീ ഞങ്ങളുടെ കൂടെ തന്നെ വരണം. എനിക്ക് ശരീരത്തിന് എന്തോ ഒരു വല്ലായ്മ. എനിക്കറിയാം നിന്റെ അസുഖം എന്താണെന്ന്. നാണമില്ലടാ. ശാന്തി പോലുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യം കാണിച്ചില്ല. പിന്നെ കാട്ടു പോകുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെന്താ മുതലാളി, വെടിയുടെ ശബ്ദം കേൾക്കുമ്പോ എന്തോ ഒരു മാതിരി. ആ എന്താ മുതലാളി, നമുക്കൊരു കാര്യം ചെയ്യും. ഇപ്രാവശ്യം തോക്കെടുക്കണ്ട, മൃഗങ്ങളെ കെണി വെച്ച് പിടിക്കും. ഞാൻ പിടിച്ചോളാം. പുറപ്പെട്ടോ. എന്താടാ? അല്ല, അതിന്റെ മൂക്ക് എന്റെ നേരെ തിരിഞ്ഞു വരും. നീ പേടിക്കണ്ട, ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്, പൊട്ടൂല. വല്ല ബുദ്ധിയില്ലാത്ത ജന്തുവല്ലേ, എങ്ങനെ വിശ്വസിക്കും? അല്ല, ഇനി ഇവിടെ എവിടെയും കുറച്ച് ഇരുന്ന് ക്ഷീണം മാറ്റിയിട്ട് പോവാം. നീ എന്റെ കൂടെ വാടാ. എന്നിട്ട് നടന്ന് ശബരിമല എത്തി തോന്നുന്നുണ്ട്. നിന്നെ കൊണ്ടുവന്ന എന്നെ വലിയ ശല്യം. നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. കാല് കാണിക്കുന്നുണ്ട്. മതി, ഇവിടെ നിൽക്കാതെ നല്ലത്. വെള്ളം 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 ഇത് പിടിക്കും. എന്നാ അതും കൂടെ കൂട്ടാ. ശരിയാവില്ല. ഇന്നുണ്ടോ പുലി? പുലി കരടിയോ? കാറ്റായി നിൽക്കാം. നമുക്ക് അങ്ങോട്ട് പോകണം. എങ്ങോട്ടാണ്?